ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അൻസിബ കസിൻ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്? അൻസിബ ആരാണ് വിന്നാകും എന്ന് പറഞ്ഞിരിക്കുന്നത്? അൻസിബ പുറത്തായതിനു ശേഷം എന്ത് വെളിപ്പെടുത്തലാണ് നടത്തിയത്? ഇതേക്കുറിച്ച് അറിയാൻ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവൻ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, അൻസിബ വെളിയിറങ്ങിയ ശേഷം അൻസിബ പറഞ്ഞിരിക്കുന്നത് ജിൻഡോപ്പനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് തന്നെ അറിയാം, അവിടെ ഇരുന്ന സമയത്തും ജിൻഡോപ്പനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അൻസിബ നടത്തിയത്. പല ആളുകളും അൻസിബയെ വിമർശിച്ചിട്ടുണ്ട്, കട്ടിൽ റാണി എന്നും പരദോഷണമൊക്കെ പറ്റും. പക്ഷെ ആ കുട്ടി ഒരുപാട് ഒച്ചയൊന്നും വെക്കാൻ പറ്റത്തില്ല. അതിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വിന്നറാകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം കൃഷിയാണെന്ന് പറയുന്നത്. അതെന്താ, കൃഷി വിന്നറാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും പറയുന്നുണ്ട്. ജിൻഡോപ്പൻ കപ്പടിക്കുകയല്ല എന്ന് പറയും. ഒരുപക്ഷെ കൃഷിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. കൃഷിയും അൻസിബയായിരുന്നു സഹോദരന്മാരെ പോലെയായിരുന്നു അവർ തമ്മിൽ. അവർ പോകാൻ നേരത്തുള്ള അവരുടെ ഇതൊക്കെ റിലേഷനൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ആ വേറെ വിരിയുന്നതിൻ്റെ അവസ്ഥയൊക്കെ. ഇതാണ് നമ്മുടെ അൻസിബ പറഞ്ഞിരിക്കുന്നത്. ജിൻഡോപ്പനുമായിട്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അൻസിബയ്ക്ക്. പറയാനുള്ളത് ആരാണേലും മുഖത്ത് നോക്കി പറയും. അവിടെ ഉണ്ടായിരുന്ന മെയിൻ ടോപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് എതിരെയായിരുന്നു അൻസിബ ഗെയിം കളി. പല ആളുകളും അൻസിബയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് പല ആളുകളും പല ചാനലിലും, എല്ലാ ചാനലിലും, എൻ്റെ മാത്രമല്ല എല്ലാ ചാനലിലും കമൻ്റ് ഇടുന്ന ഒരു കാര്യമാണ് അൻസിബ പരദൂഷണ കമ്മിറ്റിയാണെന്നും ഫേക്കാണെന്നും കട്ടിൽ റാണി എന്നൊക്കെ. നമ്മളുള്ള കാര്യമുള്ള പോലെ അൻസിബ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കളിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ള പോലെ നമ്മൾ പറയുന്നതിന് എന്താണ്? അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ ബൈ.